നമസ്കാരം, വൈറ്റ് സൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, അതായത് ഈ പത്തനംതിട്ട കൊടുമണ്ണിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നമ്മളുടെ വീണ ജോർജിൻ്റെ ഹസ്ബൻഡിനൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓട മാറ്റി വിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പുലിവാലിലാണ് അദ്ദേഹം പോയി പിടിച്ചത്. അന്ന് അതിനെതിരെ പരാതിയുമായിട്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരുന്നു. അതായത് വീണ ജോർജിൻ്റെ ഭർത്താവിനെതിരെ പരാതിയുമായിട്ട് വന്നിരുന്നു. അതിനു മുമ്പ് വീണ ജോർജിനെതിരെ പരാതിയുമായിട്ട് പ്രതിഭാ ഹരിയൊക്കെ വന്നിരുന്നു. ടെലിഫോൺ പോലും അറ്റൻഡ് ചെയ്യാത്തൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. പക്ഷേ ഈ തൻ്റെ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തനിക്ക് എതിർപ്പ് വരുന്നു എന്ന് കണ്ട വീണ ജോർജ് കുറേയധികം ആളുകളെ പുതിയതായിട്ട് പാർട്ടിക്കകത്തേക്ക് കൊണ്ടുവന്നു. അത് BJPയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിമിനൽ സംഘങ്ങളെയാണ്. ഈ ക്രിമിനൽ സംഘങ്ങളെ അകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചെങ്കൊടി ഏന്തിയ SFIക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതിയെ കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക. അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കൊടിപിടിച്ചിട്ടുള്ള SFIക്കാരനെ തല്ലിയ കേസിലെ പ്രതി അതിനകത്ത് CPMലേക്ക് വന്നിരിക്കുന്നു. അത് കൂടാതെ മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വന്നിരുന്നത് വേറൊരു കാപ്പ കേസിലെ പ്രതി. കാപ്പ കേസിലെ പ്രതിയുടെ സംഘങ്ങളെയാണ് കൊണ്ടുവന്നത്. അതിനുശേഷം ഇന്നലെ യദു എന്ന് പറയുന്ന ഒരു പയ്യനെ അവിടെ കഞ്ചാവുമായി പിടിച്ചിരിക്കുന്നു, ഈ വന്നിരുന്ന ആളുകളെ. അപ്പോൾ ഒരു ക്രിമിനൽ കൂട്ടത്തെ കൊണ്ടുവന്ന് പാർട്ടി പിടിക്കാമെന്നുള്ള ഒരു ചിന്തയും കാനും ഈ വീണ ജോർജിന് പത്തനംതിട്ടയിലുണ്ടോ? അങ്ങനെ പിടിക്കാൻ പറ്റിയൊരു പാർട്ടിയാണോ ഇത്? അല്ലേ, നമ്മൾ ഇതിൽ പരിശോധിക്കേണ്ടത് ഒന്ന്, വീണ ജോർജ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ മന്ത്രി ആറന്മുളയിൽ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലും പാർട്ടി പ്രവർത്തനങ്ങളിലൊന്നും ഇല്ലാതിരുന്ന കേവലം ജേർണലിസ്റ്റായിട്ട് മാത്രം ജീവിച്ചിരുന്ന വീണ ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി LDF ഉയർത്തി കാണിക്കുന്നത് തന്നെ മറ്റ് ചില സമവാക്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയായിരുന്നുള്ളത് സിവിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യൻ സഭയിലെ ഒരു വിഭാഗത്തെ സന്തോഷിപ്പിക്കാനും അവരുടെ വോട്ടിലൂടെ അവിടെ വിജയിച്ച് കയറാൻ പറ്റുമെന്നല്ല. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്ന ആറന്മുളയിൽ യഥാർത്ഥത്തിൽ LDFന് വലിയ പ്രാധാന്യം ലഭിക്കണമെങ്കിൽ ഈ സഭ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട്, അപ്പോൾ ഈ വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് അവിടെ ആ സമയത്ത് സഭാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ സ്ഥാനാർത്ഥിത്വം നമ്മൾ കാണേണ്ടതുണ്ട്. അതിനുശേഷം പലപ്പോഴും വീണ ആദ്യമായി പാർട്ടിയിലേക്ക് വരികയും MLA ആവുകയൊക്കെ ചെയ്ത ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പിണറായിയെ വാഴ്ത്തുക എന്നുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു വീണ നടത്തിയിരുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ, ഇത് എന്താടി ഉലഞ്ഞാലും ഈ കപ്പിത്താൻ ഇത് ഗംഭീരമായി കൊണ്ടുപോകും സാർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെയും CPMന്റെ പല നേതാക്കന്മാരെയും ഉന്നതരായ നേതാക്കന്മാരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അവിടെ നടത്തിയിരുന്നത്. തീർച്ചയായും അതിന് പ്രത്യുപകാരം മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ സഭയെ ഒരു വിഭാഗത്തിനെ സന്തോഷിപ്പിക്കുക, അവരെ കൂടെ നിർത്തുക എന്നുള്ള ഒരു ഒറ്റ ഇതുണ്ട്. അതുകൊണ്ടാണ് വീണ ജോർജ് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് എല്ലാ ആളുകളും ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോൾ വീണ മാത്രമാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഭൗതികവാദികളായ CPMുമായി യഥാർത്ഥത്തിൽ എനിക്ക് യാതൊരു ബന്ധമില്ലെന്നും ഞാൻ യഥാർത്ഥത്തിൽ സഭയുടെ പ്രതിനിധിയാണ് എന്ന് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ച സംഭവമായിരുന്നു ഇത്. അതൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ മന്ത്രിയായതിനു ശേഷം കോവിഡിന്റെ രൂക്ഷകാലത്താണല്ലോ ഇവർ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ സമയത്താണ് CPMന്റെ MLAമാരായ പ്രതിഭാ ഹരിയെ പോലുള്ള പല MLAമാരും വീണ ജോർജ് ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാറില്ലെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങൾക്കും വ്യക്തമായൊരു മറുപടി പോലും തരാൻ തയ്യാറാവുന്നില്ല എന്നുള്ള പരാതി ഉയർത്തിയത്. എന്തിനേറെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും പല ജില്ലയിലെ പല ഏരിയ കമ്മിറ്റികളും പല മെമ്പർമാരും വീണ ജോർജ് പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞൊരു ആരോപണം തുടർച്ചയായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെ പാർട്ടിയുടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുകയും മറ്റാരുമായും നല്ല ബന്ധം സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വീണ കാലാകാലമായി ചെയ്തിരുന്നത്. ഉന്നതങ്ങളിൽ മാത്രം പിടിക്കുക, അങ്ങനെ ഒരു തന്ത്രമായിരുന്നു അവരവിടെ പയറ്റിയിരുന്നത്. ഇപ്പം പുതുതായിട്ട് പാർട്ടിയിലേക്ക് കുറെ ആളുകളെ ഉന്നതങ്ങളിലുള്ള ആളെ തൃപ്തിപ്പെടുത്തുന്നത് ഇന്നും അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഇന്ന് ഒരു SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയെയും കൂടെയാണല്ലോ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അവർ തമ്മിൽ പരസ്പര ധാരണയിലെത്തി ആ കേസ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് ഒരു CPMന്റെ ജില്ലാ സെക്രട്ടറി പറയണമെങ്കിൽ
എന്താണ്? അല്ല, ഇവിടെ പറയുന്നത് ഈ പിന്നെ കാപ്പ ചുമത്തപ്പെട്ട ഒരു ഗുണ്ടാ നേതാവിനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന, അദ്ദേഹം എന്ന് പറയുന്നതിന്റെ തെറ്റാണ്, അവനോടൊപ്പം ഉണ്ടായിരുന്ന 60ഓളം പ്രവർത്തകരെയുമാണ്, ക്രിമിനൽസിനെയാണ് ഈ വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ച് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഈ സാധാരണ നിലയിൽ പാർട്ടി പ്രവർത്തനം നടത്തി സമാധാനത്തോടുകൂടി പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്ന CPM-കാരെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് അവിടെ ഉണ്ടായത്. പാർട്ടി സെക്രട്ടറിയും അവിടുത്തെ ചുമതലയുള്ള മന്ത്രിയൊക്കെ ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്ന മനപ്രയാസത്തെക്കുറിച്ചിട്ടും അവർക്ക് പ്രവർത്തിക്കാൻ പൊതുമണ്ഡലത്തിൽ ആളുകൾ അഭിമുഖീകരിക്കാൻ ഉണ്ടാകുന്ന വിഷമത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കാപ്പ പ്രതിയെ ആണ് പിന്നെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് എന്നുള്ള ആരോപണത്തെ ആദ്യം തന്നെ അവർ പറഞ്ഞത് എന്താണ്, അദ്ദേഹം കാപ്പ പ്രതിയല്ലെന്നും അദ്ദേഹത്തിനെ BJP-ക്കാർ പല കേസിലും ഉൾപ്പെടുത്തി വല്ലാത്ത ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്നാണ് പറയുക. യഥാർത്ഥത്തിൽ ഇവിടെ BJP ആണോ ഭരിക്കുന്നത്? കേരളം ഭരിക്കുന്നത് BJP അല്ല. കേരളത്തിൽ അങ്ങനെ BJP വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെയും കാപ്പ പ്രതിയാക്കാനും പറ്റില്ല. അപ്പം BJP-യിൽ പ്രവർത്തിക്കുകയും പലപ്പോഴായിട്ട് അക്രമ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കൊടും ക്രിമിനലിനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ കൂട്ടാളികളെ, കഞ്ചാവും കൊട്ടേഷനും മറ്റു പല വിധത്തിൽ അധാർമിക പ്രവർത്തനമായി നടക്കുന്ന വലിയൊരു സംഘത്തെ എന്തിനാണ് വീണ ജോർജും അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നുള്ള വലിയൊരു ചോദ്യത്തിനും വീണ ഉത്തരം പറയേണ്ടി വരും. 2, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ ഉണ്ടായ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കഞ്ചാവ് കൈവശം വെച്ചതിന്റെ പേരിൽ പിടിക്കപ്പെട്ട, വെറും കഞ്ചാവ് കൊണ്ടുപോലോ അല്ലെങ്കിൽ കാരിയറോ ഒന്നുമല്ല, കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിനു വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ട് നടന്നുകൊണ്ട ഒരു യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് പാർട്ടി പിടികൂടിയത്. എന്താ സംഭവിച്ചത്? ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഈ RSSന്റെ പിണിയാളുകളായി മാറിയെന്നും RSSൽ നിന്നും മാറി CPM-ലേക്ക് ഇങ്ങോട്ട് വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അവരെ ഈ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തു എന്ന് പ്രചരിപ്പിക്കാനാണ് അവിടെ തയ്യാറായത്, പാർട്ടിയുടെ അവിടുത്തെ ഏരിയ സെക്രട്ടറി തയ്യാറായത്. ഇത്തരത്തിലുള്ള വളരെ നീചമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു ഒരു 4ാം കിട നേതാവായി ഒരു രാഷ്ട്രീയക്കാരായിട്ട് വീണ ജോർജ് എങ്ങനെ മാറാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമാണ്. കാരണം ഞാൻ അറിയുന്ന വീണ ജോർജ് നല്ല ധാരണയും അല്ലെങ്കിൽ നല്ല നിലപാടൊക്കെ ഉണ്ടായിരുന്നു ജേർണലിസ്റ്റായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ പാർട്ടിയിൽ 8 വർഷമായിട്ടുള്ളൂ, ദീർഘകാലമായി ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ആളെന്നല്ല, ഈ 8 വർഷം കൊണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം ധാർമ്മികമായി അതപ്പതിച്ചെന്ന് ചോദിക്കുമ്പോൾ അധികാരത്തിന്റെ ഗർവും പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം കൂടി കഴിഞ്ഞാൽ പാർട്ടി ചിലപ്പം ഇവർക്ക് സീറ്റ് കൊടുത്തില്ലെന്ന് വരും. പക്ഷെ അവരുടെ സീറ്റ് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി പാർട്ടിയിൽ കുറച്ചും കൂടി പിടിമുറുക്കാൻ വേണ്ടി അവർ ചെയ്ത ഈ ക്രിയകൾ യഥാർത്ഥത്തിൽ അവർക്ക് വലിയ വിനയായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ SFI-ക്കാരെ ആക്രമിച്ച കേസിലുള്ള കൊടും ക്രിമിനലായ ഒരാളിനെ പിടികിട്ടാപ്പുള്ളിയാണെന്ന് പോലീസിന്റെ രേഖകളിലുള്ള ഒരു പ്രതിയെ, ഒളിവിൽ താമസിക്കുന്ന ഒരു പ്രതിയെ, ഈ വീണ ജോർജ് മന്ത്രിയാണ്, അവര് ഒരു സാധാ പ്രവർത്തകയല്ല അല്ലെങ്കിൽ ജില്ലാ നേതാവ് എന്നുള്ള രീതിയിലല്ല അറിയപ്പെടുന്നത്. അവരവിടെ CPM-ന്റെ നേതാവായിട്ടല്ല നിൽക്കുന്നത്, മന്ത്രിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആ മന്ത്രി യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ ഒളിവിൽ താമസിക്കുന്ന ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിച്ചു. അതിന്റെ വലിയ നൂലാമാലകളിൽ പെട്ടുണറിയിരിക്കുകയാണ് എന്നുള്ളതാണ് അവസ്ഥ. ഓരോ ദിവസവും ഓരോ കേസുകളാണ്. 60 ദിവസത്തേക്ക് 60 കേസുകൾ വരാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വീണ ജോർജിനെ സംബന്ധിച്ച് വീണ ജോർജിന് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരത്തിയല്ല. വീണ ജോർജ് നിയമസഭയ്ക്കകത്ത് നടത്തുന്ന പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അവരുടെ അപക്വമായ രാഷ്ട്രീയ ബോധമില്ലായ്മ, കാരണം അവരുടെ പല കാര്യങ്ങൾ പറയുന്നതും അപക്വമായ നിലപാടുകളും കാര്യങ്ങളുമാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സ്ത്രീകളെ കുറിച്ച് കൊടുത്ത മറുപടിയാണ്. പക്ഷെ VD സതീശൻ അവർക്ക് മറുപടി നൽകിയ സമയത്ത് അവർ വളരെ എന്താ പറയുക, ഒന്നും മറുപടി പറയാൻ ഇല്ലാതെ ഇരുന്നു പോകുന്ന ഒരു മന്ത്രി, അവരെയൊക്കെ മന്ത്രി എന്ന് തന്നെ വിളിക്കാനായിട്ട്, അവരൊക്കെ മന്ത്രിയായിട്ട് ചുമക്കേണ്ടി വരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗതികേടെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം നമ്മൾ കാണേണ്ടത് ഓരോ ദിവസവും ഇങ്ങനെയുള്ള ഓരോ ക്രിമിനലുകളാണ് ഈ പാർട്ടിയിലേക്ക് വന്നെന്നുള്ള ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ക്രിമിനലുകളുടെ പശ്ചാത്തലം പോലും പരിശോധിക്കാതെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും SFI-ക്കാരെയും DYFI-ക്കാരെയും പാർട്ടിക്കാരെയും ഒക്കെ ആക്രമിച്ച കേസിലെ പ്രതികളെയാണ് കൊണ്ടുവന്നെന്നുള്ള ഒറ്റ കാരണത്താൽ ഓരോ കേസും ഇനി പിൻവലിക്കേണ്ടി വരും. ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ SFI-ക്കാരനെ ആക്രമിച്ചതാണ്. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ അങ്ങനെ പലർക്കും പല കേസും ഉണ്ടാകുന്നു, വാദികളും പ്രതികളും ഒരേ പാർട്ടിക്കാരാകുന്ന സമയത്ത് അത് കോടതികളിൽ അപേക്ഷ കൊടുത്ത് തീർക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, പല കേസിലെയും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് CPM-ലേക്ക് ചേരുക എന്നും എല്ലാ ക്രിമിനലുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, എല്ലാ ക്രിമിനലുകളെയും വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ പാർട്ടി വിപുലപ്പെടുത്തും എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ നമ്മളുടെ ഈ CPM ഇടുമ്പോൾ
അത് ബർമുടയും മറ്റുള്ളവരോട് കളിസോന്ന് പറഞ്ഞാൽ കളസമാകുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഇപ്പൊ അവലംബിച്ചത്. പക്ഷേ BJP-ക്ക് അകത്തെ ഒരു ക്രിമിനൽ CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ പുണ്യവാളനാവും. ഇതാണ് CPM നിലപാട്. പക്ഷേ ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ 60 പേരെയാണ് ഇവർ പുതുതായിട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പകുതിയിലേറെ ഗുണ്ടകളും ക്രിമിനലുകളാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്ന് പറഞ്ഞാൽ എന്താണ്, പത്തനംതിട്ടയിൽ 60 വരുമ്പം 6000 പേര് ഈ പാർട്ടിയോട് അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഈ പാർട്ടിയെ സ്നേഹിച്ചിരുന്ന പാർട്ടിയുടെ അനുഭാവികളായിരുന്ന ആളുകൾ ഈ പാർട്ടിയോട് പൂർണ്ണമായി വിട പറയുന്നു എന്നുള്ള സത്യം തിരിച്ചറിയാനെങ്കിലും ഇവർ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഉപയോഗിക്കണമെന്ന് പറയാറില്ല. വീണ ജോർജിന്റെ ഭർത്താവിന് വേണ്ടി ഗുണ്ടാപ്പണി നടത്തുവാൻ CPM-ലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ജോലിയല്ല വീണ ജോർജിൻ്റെത് എന്ന് മനസ്സിലാക്കുക. CPM എന്ന് പറഞ്ഞാൽ വലിയ പോരാട്ടങ്ങളുടെ കഥയും വലിയ വിപ്ലവങ്ങളുടെ കഥയും ഒക്കെയുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്ക് ഇതുപോലുള്ള കൊടും ക്രിമിനലുകളെ കൊണ്ടുവന്ന് ആ പാർട്ടിക്ക് തന്നെ അപമാനമാക്കുന്ന രീതിയിലേക്ക് നീങ്ങരുത് എന്ന് വീണ ജോർജിനോട് ചെറിയ ഒരു അഭ്യർത്ഥന മാത്രം നടത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.